ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി മധുര പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാനും അതേപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റം. അപ്പം ഇനി ഞാനിതാ ഒരു വലിയ ബൗളിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് അവിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് അവിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. അതേ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് റവ. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വറക്കാത്ത റവ കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ വറുത്ത റവ വേണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വറുത്ത റവയെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 4 അച്ച് ശർക്കര 250 ml കപ്പിൽ 1 കപ്പ് വെള്ളത്തിൽ നമ്മളൊന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ചൂട്ടോടെ തന്നെ നമ്മളിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് അരിച്ചിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു തവി വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം. നമ്മുടെ അവിലും റവയും കൂടെ ഈ ഒരു ശർക്കര പാനിയിലൊന്ന് കുതിർന്ന് വരണം. റവ ഒന്ന് നല്ലപോലെ സോഫ്റ്റായി കിട്ടണം. ഇതാ ഞാനിവിടെ അവിലും റവയും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുതിർന്ന് നമ്മൾ ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ശർക്കര പാനി ഇതിലേക്ക് അങ്ങ് പിടിച്ച് കിട്ടണം. അപ്പം ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ ഞാനിതാ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള 1 മുറി ഫ്രഷ് തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങാ കൊത്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട്. 2 നേന്ത്രപ്പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിതാ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ച നമ്മുടെ തേങ്ങാ കൊത്ത് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാക്കൊത്ത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒത്തിരി സമയമൊന്നും നമുക്കിത് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. ഇനി നമ്മളെടുത്ത് വെച്ച നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. കോരിയെടുക്കാം. അതേ സെയിം നെയ്യിലേക്ക് തന്നെ ഞാനിതാ നമ്മൾ മാറ്റിയെടുത്ത് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ പഴം നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു 6-7 ഏലക്ക ഒന്ന് നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് നല്ല ജീരകം കൂടെ ഒന്ന് ചതുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് പകരം നിങ്ങൾക്ക്
ചുക്ക് പൊടി വേണമെങ്കിൽ ചുക്ക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കറുത്ത എള്ള് കയ്യിലുള്ളവർക്ക് കറുത്ത എള്ളും ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതാ നമ്മൾ ശർക്കര പാനി ഒഴിച്ച് വെച്ച നമ്മുടെ അവിലും റവയും നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മുടെ ശർക്കരയിൽ ഉപ്പുണ്ടായിരിക്കും, നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുക്കാം നമ്മുടെ ഈ ഒരു പഴത്തിൻ്റെ ആ തേങ്ങയുടെ കൂട്ട്. ഇനിതാ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും തേങ്ങാക്കൊത്തും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം ഞാനിവിടെ മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇപ്പോൾ കണ്ടില്ലേ നല്ല പോലെ നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഒരു ശർക്കര പാനി നല്ല പോലെ നമ്മുടെ റവയിലേക്കൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു തവി വെച്ച് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഉടച്ച് നമ്മുടെ പഴതിലങ്ങ് ആയി കിട്ടണം. വെറുതെ കഴിക്കാനും ടേസ്റ്റ് കേട്ടോ. ഇത് നമുക്ക് ഇനി വേവിച്ചെടുത്ത് കഴിക്കണേനെക്കാട്ടും ടേസ്റ്റ് ഇതേപോലെ ഇങ്ങനെ കോരി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നേരത്തെ ശർക്കര പാനിയിൽ നിന്ന് ഒരല്പം ശർക്കര പാനി ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതാണ്. ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും കൂടി ഒരു ലൂസ് വേണം. കണ്ടില്ലേ? അപ്പോൾ ഇതാ ഞാൻ ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? നമുക്കിങ്ങനെ കോരി എടുക്കുന്ന രീതിയിൽ വേണം ഈ ഒരു ബാറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്കിത് നമ്മൾ ചോറിന് പ്ലേറ്റിൽ ചെയ്തെടുക്കാം, അതേപോലെ തന്നെ കേക്ക് ടിന്നിൽ ചെയ്തെടുക്കാം, അതേപോലെ തന്നെ നമ്മുടെ ഇഡ്ഡലി തട്ടിൽ ചെയ്തെടുക്കാം. അപ്പം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പ്ലേറ്റിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് കോരി ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് സ്റ്റീം ചെയ്ത് എടുക്കാനായിട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മറ്റേ മറവൂർ ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒത്തിരിയും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. ആ ഒരു ബ്രൗൺ കളറിൽ നമുക്ക് കിട്ടും ഈ ഒരു അപ്പം. അപ്പം എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ സാധാരണ രീതിയിലുള്ള കളർ കുറഞ്ഞ ശർക്കര ആയതുകൊണ്ട് കേട്ടോ ഈ ഒരു കളറിൽ ഇങ്ങനെ കാണിക്കുന്നത്. കയ്യിലുള്ളവർ അതെടുത്ത് ചെയ്യാൻ നോക്കുക. നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കണം നോക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റീം ചെയ്തെടുക്കുന്നത് ഇതേപോലെ കുക്കറിൽ ഒരല്പം വെള്ളം നമ്മൾ എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു കറി ബൗളിൽ നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്ന പ്ലേറ്റിൽ ഒരല്പം എണ്ണ ഒന്ന് തടകി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കുക്കറിൻ്റെ ഉള്ളിൽ കവർ ചെയ്ത് നിൽക്കുന്ന സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. കണ്ടല്ലോ? ഇതേപോലെ ഞാനിതേപോലെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒത്തിരി കനത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു പഴം നമ്മൾ ഒത്തിരി ഒന്നും സ്റ്റീം ചെയ്ത് എടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ റെഡിയായി വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക. ഇതേപോലെ ഒരു തവി വെച്ച് നമുക്കൊന്ന് ലെവലാക്കി കൊടുക്കാം. ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇനി ഞാൻ നേരത്തെ മാറ്റിയെടുത്ത നമ്മുടെ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം.
അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വെച്ച് കൊടുക്കും. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 2 വിസിൽ വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുക്കറൊക്കെ മൂടി കൊടുത്തിട്ടുണ്ട്, നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 വിസിൽ മതി കേട്ടോ, പെട്ടെന്ന് തന്നെ റെഡിയായി വന്നോളും. അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഹെൽത്തി ആയിട്ട് നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഐറ്റമാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അവിലും റവയും പഴമൊക്കെ വെച്ചിട്ട് കിടിലൻ ഐറ്റം. ക്ലാസ് കഴിഞ്ഞ് വരുന്ന മക്കൾക്കൊക്കെ പെട്ടെന്ന് നമ്മൾ അടുക്കളയിലുള്ള ചേരുവകൾ വെച്ച് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരൈറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.